ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ചെറിയൊരു ഹോം ടൂറാണ്. അപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്ന പോലെ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല, എന്നാലും നമ്മുടെ ചെറിയൊരു വീടിൻ്റെ ചെറിയൊരു ഹോം ടൂർ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ട പോലെ കുറച്ച് ബോഗെയിൻവില്ലയൊക്കെ കണ്ടിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതാ കയറി ചെല്ലുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ, ചെറിയ സിറ്റ് ഔട്ടാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പിന്നെ അതേപോലെ തന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതാണ് കേട്ടോ ഹോള് വരുന്നത്. ഇവിടെ ചെറിയൊരു TV ഉണ്ട്. പിന്നെ TV കാണാൻ വേണ്ടിയിട്ട് സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ടീപ്പോയ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഷോക്കേസ് ഉണ്ട് കേട്ടോ. ഇതിലിതാ നമ്മുടെ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോസാണ് ഇത് രണ്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാന്ദ്രക്കിൻ്റെ നാത്തൂന് കിട്ടിയിട്ടുള്ള SLCക്ക് പഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് മെഡലും ഫുൾ A+ കിട്ടിയതിന് ഉള്ള കുറച്ച് മെഡലും സർട്ടിഫിക്കറ്റും അതുകൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ ആ ഷോക്കേസ്. പിന്നെ അതേപോലെ തന്നെ റൂമിലേക്ക് നോക്കുമ്പോൾ താഴത്ത് നമുക്ക് 3 റൂമാണ് കേട്ടോ ഉള്ളത്. ഇതാണ് അച്ഛനും അമ്മയും കിടക്കുന്ന റൂം, ഇതാണ് കേട്ടോ. ഈ വീടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേലേക്ക് പിന്നെ കല്യാണം അടുപ്പിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. താഴേക്ക് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. മേലേക്ക് നമ്മൾ പെട്ടെന്ന് പണി തുടങ്ങിയിട്ട് കല്യാണം അടുപ്പിച്ചിട്ട് വേഗം പണി തീർത്തതാണ്. ഇത് അമ്മയാണ് കേട്ടോ ഈ നടുവിലുള്ളത്. പിന്നെ ഈ അറ്റത്ത് നിൽക്കുന്നത് ഏട്ടനാണ്. ഏട്ടൻ ചെന്നൈ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇത് അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നെ ഹോളിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാത്തൂൻ്റെ റൂമാണ് കേട്ടോ. ഓള് കുറച്ച് ആസ്തറ്റിക് ആണ് കേട്ടോ, കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടിയ ടൈപ്പിലുള്ള ആളാണ്. ഒരു മൂങ്ങാച്ചി ഉണ്ട് മുന്നിൽ തന്നെ കയറി ചെല്ലുമ്പോൾ. ഇവിളായി ഞാൻ തോന്നുന്നുണ്ട് അതിൻ്റെ താഴെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാളെ സ്റ്റഡി ടേബിളാണ് കേട്ടോ, അലാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ പുള്ളിയാണ്. അങ്ങനെ പിന്നെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ റൂം നിറച്ച് വെക്കുന്നത്. അപ്പോൾ ഓൾ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫോട്ടോ ഫ്രെയിമും ഉണ്ട്, അല്ലാത്ത ഫോട്ടോ ഫ്രെയിമും ഉണ്ട്. ഇത് ഓളെ ഗോൾസാണ് കേട്ടോ, എന്താ ചെയ്യുക, വലിയ പുള്ളിയാണ്. ഓൾ എപ്പോഴും പറയും കേട്ടോ ഈ പച്ച കർട്ടനുമോ മറ്റേ പച്ച ലീഫൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന്. നമ്മളെ മീഷോന്ന് കിട്ടുന്ന ആർട്ടിഫിഷ്യൽ ലീഫില്ലേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന, അതൊക്കെ വെക്കണം എന്ന് ഓളെപ്പോഴും പറയും. പിന്നെ നമ്മൾ ഹോളിലേക്ക് ചെല്ലുമ്പോൾ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഒരു റൂം എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ അഴലൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട. മഴക്കാലം വന്നപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ വീട്ടിലുള്ള പോലെ ഞങ്ങളും കെട്ടിയതാണ് കുറച്ച് തോരണങ്ങൾ, തുണി തോരയിടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെയിലായി കേട്ടോ, ഇപ്പോൾ ഇവിടെയൊക്കെ വെയിലായി. ഇത് കെട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വെയിലായി. അപ്പോൾ ഈ റൂം നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഹോളിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഫുഡ് കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ആണ്. പിന്നെ രണ്ടാമത് ചെല്ലുന്നത് ഈ ഫ്രിഡ്ജൊക്കെ വെക്കുന്ന ഒരു ഭാഗമാണ്. ഫ്രിഡ്ജ് മിക്സിയൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ കിച്ചണ്. പിന്നെ നമ്മൾ കിച്ചൺ താഴത്തേക്ക് എടുത്തതാണ് കുറച്ച് മുന്നേ, ഒരു 3-4-5 വർഷം മുന്നേ താഴത്തേക്ക് എടുത്തതാണ് പുതിയൊരു കിച്ചൺ. അധികം സ്പേസും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട്. അപ്പോൾ ഇത് പുതിയൊരു കിച്ചൺ എടുത്തതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അടുപ്പും ഗ്യാസൊക്കെ വരുന്നത്, ഇവിടെയാണ്. ഇങ്ങനെ പുതിയത് താഴത്തേക്ക് എടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നിന്ന് പെരുമാറാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. ആദ്യം ഇവിടെ തീരെ സ്പേസ് ഇല്ലായിരുന്നു. എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ആദ്യം സ്പേസ് ഇല്ലാത്ത മാതിരി. ഇതിങ്ങനെ താഴേക്ക് എടുത്തപ്പോൾ ഇപ്പം നല്ല സുഖമായിട്ടോ, കുറേ ആൾക്കാർക്ക് നിന്ന് പണിയെടുക്കുക അടുക്കളയിൽ. പിന്നെ ഇതവിടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്കൊരു ഗ്രില്ലാണ്. ഇത് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം പൂച്ചമ്മയാണ് കേട്ടോ. ഇതെപ്പോൾ തുറന്നാലും അപ്പം ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കും. ഇതിന് ഇവിടെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഭക്ഷണം, വേറെ എങ്ങോട്ടും പോകാറില്ല കേട്ടോ. ഇതും ഇതിൻ്റെ കുട്ടിയും കൂടെ. പിന്നെ ഇവിടെ പാത്രം കഴുകാനുള്ളൊരു ഭാഗമുണ്ട്. പിന്നെ വിറകൊക്കെ അടുക്കി വെച്ചൊരു ഭാഗമുണ്ട്. ഒരു കുഞ്ഞി വാഷിംഗ് മെഷീൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് അടുക്കള ഭാഗത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോഴാണ് എൻ്റെ സ്വന്തം ഏരിയയാണ് കേട്ടോ ഈ മേലേന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും മേലെ തന്നെയാവും, അങ്ങനെ താഴത്തേക്കൊന്നും അധികം ഇറങ്ങാറില്ല കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ മേലെ തന്നെയാണ് കുത്തിരിക്കാറ്. പിന്നെ താഴത്തേക്ക് സന്ധ്യ ആകുമ്പോഴേ ഇറങ്ങി വരുള്ളൂ കേട്ടോ. ഇവിടെ അയൺ ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. പിന്നെ ഒരു കസാല ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മഴക്കാലത്തൊക്കെ അലക്കിയിട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് തോർത്തും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടെ ഒരു ഓപ്പൺ ടെറസും ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും ഇനിയൊരു ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് വിചാരിക്കേണ്ട, അലക്കിയതൊക്കെ തോരയിടാൻ വേണ്ടിയിട്ട്. അംഗസംഖ്യ കൂടുതലായി വരുന്നതിനെ കൊണ്ട് ഇനി നമുക്ക് താഴത്ത് മാത്രം തോരയിടാൻ വേണ്ടിയിട്ട് ഒതുങ്ങൂല. അപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് കെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് അല്ല, അവിടെ 2 റൂമാണുള്ളത് മേലെ. അപ്പോൾ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കേട്ടോ.
ഈ ബാത്റൂം പിന്നെ അധികം ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഹോളിൻ്റെ ഒരു ഭാഗത്ത് ഒരു വാഷിംഗ് മെഷീനും കൂടെ വെക്കണം കേട്ടോ. കാര്യം താഴെയുള്ള വാഷിംഗ് മെഷീൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, പണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഓട്ടോമാറ്റിക് വാങ്ങിക്കാനാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ സുഖമായല്ലോ, മഴക്കാലത്തൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഈ ഗോൾസ് ഒന്നും നോക്കണ്ട. പിന്നെ ഈ എൻ്റെ റൂം ടൂറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ മീഷോന്ന് കുറച്ച് റൂം ഡെക്കോസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് നല്ല വൃത്തിക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എൻ്റെ റൂം പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും എൻ്റെ റൂം ഉണ്ടാവും. ഇവിടെ കുറച്ച് ആണിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാനുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് റൂം ടൂർ ഞാൻ ചെയ്യേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ബാത്റൂം ഞാൻ എന്നും കഴുകി വൃത്തിയാക്കും, അതുകൊണ്ടാണ് ഇത് ഇത്ര വൃത്തിയിൽ കിടക്കുന്നത്, വെറുതെ പറഞ്ഞാണ്. അങ്ങനെ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നത്. എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഞാൻ ബാത്റൂം കഴുകാറേ ഇല്ലായിരുന്നു, ഒക്കെ അമ്മയാണ് ചെയ്യാറ്. ഇവിടെ എത്തിയപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബാത്റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. പിന്നെ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ ബ്രദറിൻ്റെ റൂം എന്ന് പറയുന്നത്. ഇതാണ്, ഈ ഒരു റൂമാണ് വരുന്നത്. ഇവിടെ കുറച്ച് ലൈവ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് അസ്തെറ്റിക്കാണ്. ഒരു മിറർ ഉണ്ട്, കുറച്ച് ലൈവ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഐഡിയ ഉണ്ട് കേട്ടോ. ഈ വൈറ്റ് കർട്ടനും കാര്യങ്ങളൊക്കെ, നമുക്കൊരു ബ്ലാക്ക് കർട്ടനാണ്. ഓൻ്റേതായിട്ടുള്ള കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ വൈറ്റ് വേണമെന്ന്. പിന്നെ കുറച്ച് ജസ്റ്റിൻ ബീബർ കോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ കേട്ടോ, അപ്പോഴേ ഈ റൂം യൂസ് ചെയ്യുള്ളൂ. ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് മേലെ കിടക്കാൻ പേടിയായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അമ്മയും അച്ഛനും സാന്ദ്രയും കൂടിയാണ് ഈ റൂമിൻ്റെ ഉള്ളിൽ കിടക്കൽ. എനിക്ക് ഭയങ്കര പേടിയായിട്ടോ, രാത്രിയായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ. അപ്പോൾ എൻ്റെ ഒപ്പം കിടന്നിട്ട് ഒരു കാലത്ത് ഉറക്കം കിട്ടണില്ല അമ്മയ്ക്കും സാന്ദ്രയ്ക്കൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും, മേലെ ഈ റൂമിൽ വന്ന് കിടക്കും. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട് ഇവിടെയാണ്. ഇതിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. വൈകുന്നേരം ആയാലും ഞാനും ഏട്ടനും കൂടെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏട്ടൻ പോയതിൻ്റെ ശേഷം ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് ഏതായാലും ഇത്രയുള്ള കുഞ്ഞൊരു ഹോം ടൂറാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ ഗായ്സ്.